മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗവർണദോർ പാറേമക്കൽ തോമ കത്തനാരുടെ 290-ാം ജന്മദിനാഘോഷം സെപ്റ്റംബർ 10 ജന്മനാടായ കടനാട്ടിൽ നടക്കും. മലങ്കരയിലെ മർത്തോമ നസ്രാണി സമുദായത്തിൻ്റെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അക്ഷീണം പ്രയത്നിക്കുകയും മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും അതുല്യ സംഭാവനകൾ നൽകുകയും ചെയ്ത മഹത് വ്യക്തിത്വമായിരുന്നു പാറേമക്കൽ മർത്തോമ കത്തനാർ. സെപ്റ്റംബർ 10 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാലാരൂപത ബിഷപ്പും സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാനുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ചെയർമാൻ അലക്സിയോസ് മാർ യൗസേബിയോസ് എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. പാലാരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മലയപ്പറമ്പിൽ, കടനാട് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് പാനാമ്പുഴ, രാമപുരം ഫൊറോന പള്ളി വികാരി ഫാദർ ബെർക്കുമൻസ് കുന്നുപുറം, ടോമി കല്ലാനി, ഷവലിയർ ഉമ്മച്ചൻ വെങ്കടത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. 1736 സെപ്റ്റംബർ 10 കടനാട്ടിൽ ജനിച്ച മാർ തോമ കത്തനാരുടെ 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലുള്ള 8 വർഷം നീണ്ട ക്ലേശകരമായ റോമ പോർച്ചുഗൽ യാത്രയും മടങ്ങി വന്നതിന് ശേഷമുള്ള സഭാ സമുദായ നേതൃത്വവും ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്തെ സാഹസിക നേതൃത്വവും യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിൻ്റെ രചനയും എല്ലാം അദ്ദേഹത്തെ അതുല്യ പ്രതിഭയാക്കി മാറ്റി. സഭാചരിത്രത്തിൽ നസ്രാണി സമുദായത്തിൻ്റെ ചരിത്രത്തിലെ സൂര്യ തേജസ്സാണ് ഗവർണദോർ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹം സഭയുടെ ഐക്യത്തിന് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നസ്രാണി സമുദായത്തിന് പ്രത്യേകം വായിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സമുദായത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആളാണ് അദ്ദേഹം. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നീണ്ട 8 വർഷത്തോളം റോമിലും പോർട്ടുഗലിലുമൊക്കെയായി പോയി അവിടെയുള്ള അധികാരികളൊക്കെ കണ്ട് അദ്ദേഹം തിരിച്ചു വരികയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കടനാടാണ്. 1736 അദ്ദേഹം കടനാട്ടിൽ ജനിച്ചു. കടനാട്ടിൽ വികാരിയായിരുന്നു ഏറ്റവും അവസാനമായിട്ട്. ആ കടനാട്ടിൽ വികാരിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ സമുദായത്തിൻ്റെ പൊതുവായിട്ടുള്ള ഐക്യത്തിന് വേണ്ടി റോമിലേക്ക് പോകാനൊക്കെ തീരുമാനിക്കുന്നത്. നമുക്കറിയാം, അന്നത്തെ സഭയുടെ ചരിത്രം നോക്കിയാൽ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വേദനാജനകമായ കോനുകുരിശ് സത്യം നടന്ന 1653 അതോടുകൂടി സഭ രണ്ടായി, പുത്തൻകൂറ്റ് സമുദായവും പഴയകൂറ്റ് സമുദായവും എന്ന രണ്ട് വിഭാഗങ്ങളായി തീർന്നു. അതോടുകൂടി സഭയിൽ അനൈക്യത്തിൻ്റെ ശങ്കുലികൾ മുഴങ്ങി. 20-ാം നൂറ്റാണ്ടിലെ സഭൈക്യ മുന്നേറ്റങ്ങൾ യൂറോപ്പിലും മറ്റും ഉടലെടുക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ സഭകളുടെ ഐക്യം പ്രാവർത്തികമാക്കിയ ദീർഘദർശിയായിരുന്നു പാറേമക്കൽ തോമ കത്തനാർ. പരിപാടിയുടെ വിജയത്തിന് വൈദികരും കൈക്കാരന്മാരും പാറേമക്കൽ കുടുംബ യോഗ പ്രതിനിധികളും അൽമായരും അടങ്ങുന്ന വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മലയപ്പറമ്പിൽ, ഫാദർ സിറിൽ തയ്യിൽ, സെന്നിച്ചൻ കുര്യൻ, ബിനു വള്ളംപുരയിടം, ബെന്നി ഇന്തനാക്കുന്നേൽ, തോമസ് കാവുംപുറം തുടങ്ങിയവർ പങ്കെടുത്തു.